യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരെ സംബന്ധിച്ച് തുടക്കക്കാർ നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആളാണെങ്കിൽ, തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും ഈ കാര്യം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ക്രോസ് ന്യൂസിലേക്ക് സ്വാഗതം. തുടക്കക്കാർ നേരിടുന്ന പ്രശ്നങ്ങളാണ്. യൂട്യൂബിൽ കുറേ നാളായി കഴിഞ്ഞവർ, അല്ലെങ്കിൽ കുറേ വളർച്ചയായവരോ മോണിറ്റൈസേഷനായി വരുമാനം ലഭിച്ചവർക്കോ ആ പ്രശ്നം ഉണ്ടാവാനിടയില്ല. പക്ഷേ തുടക്കക്കാർ ഈ പ്രശ്നം മൂലം യൂട്യൂബിൽ നിന്ന് ചാനൽ വളർത്തിയെടുക്കുന്നതിൽ നിന്ന് ഉപേക്ഷിച്ച് പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. പ്രധാനമായും അവർ നേരിടുന്ന ഒരു പ്രശ്നം കണ്ടന്റ് ഇല്ല എന്നാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല, എന്താണ് യൂട്യൂബിൽ ഇടേണ്ടത്, എന്തിടണം, അതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണയില്ല. ഞാൻ പാചകം ചെയ്യുന്ന ഇടണോ, യാത്ര പോകുന്ന ഇടണോ, എന്തിടണം എന്നൊരു ധാരണ പൊതുവെയില്ല. കണ്ടന്റിൻ്റെ ഒരു അഭാവം, അതെങ്ങനെ തയ്യാറാക്കണമെന്നറിയില്ല, എന്ത് കണ്ടന്റ് ഇടണം എന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ അത് പലതും പരീക്ഷിക്കാൻ ശ്രമിക്കുന്നു, അത് വിജയിക്കുമോ എന്ന് ധാരണയില്ല. ഇങ്ങനെ കണ്ടന്റ് ഇല്ല, അല്ലെ എന്തിടണമെന്ന് അറിയത്തില്ല എന്ന ആൾക്കാർക്ക് വേണ്ടി യൂട്യൂബ് തന്നെ നല്ല ഉഗ്രൻ അടിപൊളി 4 പരിപാടികൾ തയ്യാറാക്കിയിട്ടുണ്ട്. യൂട്യൂബിൽ നിങ്ങളൊന്നും ചെയ്യണ്ട, കണ്ടന്റ് അന്വേഷിച്ച് നടക്കണ്ട, ഒന്നിനും നിങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. എല്ലാം യൂട്യൂബ് നിങ്ങൾക്ക് നൽകും. നിങ്ങൾ ചാനൽ തുടങ്ങിയാൽ മാത്രം മതി. അങ്ങനെ ഒരു സംഭവം യൂട്യൂബിലുണ്ട്. അത് അറിയാവുന്നതായിരിക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കാം, കേട്ടിട്ടില്ലായിരിക്കാം. ഇതേ സംബന്ധിച്ച് ഞാൻ വേറൊരു വീഡിയോ ഈ ചാനൽ തന്നെ ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി തുടക്കക്കാർക്ക് ഇത് സംബന്ധിച്ച് അല്പം പരിശീലനത്തിൻ്റെ ആവശ്യമുണ്ട്. തുടക്കക്കാരെ സംബന്ധിച്ചാണ്. അപ്പോൾ അങ്ങനെ അതേക്കുറിച്ച് ധാരണയും പരിശീലനവും ലഭിച്ചാൽ നല്ല രീതിയിൽ വിജയിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് അത്തരക്കാർക്ക് വേണ്ടി ഒരു പരിശീലന പരിപാടിയുടെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. അങ്ങനെ കണ്ടന്റ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾക്ക് കണ്ടന്റുകൾ അന്വേഷിച്ച് നടക്കാതെ നമുക്ക് കൃത്യമായി യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങുവാനും വിജയിപ്പിക്കുവാനും സാധിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് വീഡിയോകൾ കാണുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തുടർച്ചയായി ഈ ചാനൽ കാണുക. എല്ലാ ദിവസവും നിങ്ങൾ യൂട്യൂബ് എടുക്കുമ്പോൾ ക്രോസ് ന്യൂസ് കേരള കൂടി ഒന്ന് കാണുക. ക്രോസ് ന്യൂസ് കേരള എന്ന് സെർച്ച് കൊടുത്താൽ മതിയാവും, നമ്മുടെ വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ എന്നും നിങ്ങൾ വീഡിയോകൾ കാണുക. ഇത്തരം വീഡിയോകൾ തുടർന്നും ഇതിൻ്റെ കൂടെ ഉണ്ടാവും. രണ്ടാമത്തെ പ്രശ്നം ആൾക്കാർ നേരിടുന്നത്, എന്നും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല, സമയം കിട്ടുന്നില്ല. വീഡിയോ എന്നും ചെയ്യുവാനെ കൊണ്ട് സമയമില്ല. പലരും തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ ഏർപ്പെടുന്നവരാരും, മറ്റെന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യുന്നവരായിരിക്കും, വീട്ടമ്മമാരായിരിക്കും. പക്ഷെ അവർക്ക് സമയം കിട്ടുന്നില്ല എന്നൊരു പരാതി, അല്ലെ ഒരു പ്രശ്നം എല്ലാവർക്കും ഉണ്ട്. ഒരു വീഡിയോ ഇന്നിട്ടു, അതിന് അടുത്ത് കുറേ നാൾ കഴിഞ്ഞായിരിക്കും അതിനുള്ള സമയം കിട്ടുന്നത്, ആഴ്ചകൾ കഴിഞ്ഞായിരിക്കും. അപ്പോൾ അങ്ങനെ വീഡിയോ ഇടുന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ പെട്ടെന്ന് വളരാൻ സാധിക്കുകയില്ല. വല്ലപ്പോഴും വീഡിയോ ഇടുന്നു, ഒരു കൃത്യമായ സമയമില്ല. അങ്ങനെയുള്ള വീഡിയോകൾ, ചാനലുകൾ വളരുകയില്ല, പെട്ടെന്ന് വളരുകയില്ല തന്നെ. നമുക്ക് ഒരു ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് ഒരു കൃത്യമായ സമയം നമ്മൾ കണ്ടെത്തണം. ആ സമയത്ത് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ കൃത്യമായി യൂട്യൂബ് നിങ്ങളുടെ വീഡിയോകൾ സജഷൻസിൽ കൊണ്ടുവരികയുള്ളൂ, ആൾക്കാർ കാണുകയുള്ളൂ. അങ്ങനെ ഒരു സംഭവം യൂട്യൂബിലുണ്ട്. അതുകൊണ്ട് എന്നും ഇപ്പം ഉദാഹരണത്തിന് കൃത്യമായി എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് വീഡിയോ എടുക്കും. ഉണർന്നിരുന്ന് വീഡിയോ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞ് പലർക്കൊന്നും സാധ്യമാവുന്ന കാര്യമല്ല. പക്ഷേ ഇതിന് പരിഹാരമുണ്ട്. യൂട്യൂബ് നിങ്ങളെ അതിനുവേണ്ടി ഒരു സംഭവം യൂട്യൂബിൽ തന്നെ ഉണ്ട്. അതായത് ഞാൻ സ്ക്രീനിൽ കാണുന്നത് നോക്കിയാൽ മതി. യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യാനോ എടുക്കുമ്പം വിസിബിലിറ്റി എടുക്കുക. വിസിബിലിറ്റി എടുക്കുമ്പം അവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. പബ്ലിഷ് നൗ എന്നുണ്ട്, ഷെഡ്യൂൾ എന്നുണ്ട്. പബ്ലിഷ് നൗവിനകത്ത് 4 എണ്ണമാണ് നമുക്ക് കിട്ടുന്നത്. ഒന്ന് പബ്ലിക്, മെമ്പേഴ്സ് ഓൺലി, അൺലിസ്റ്റഡ്, പ്രൈവറ്റ്. പബ്ലിക് നമുക്ക് അപ്പം തന്നെ അത് വീഡിയോ പബ്ലിഷ് ആവുന്നു, പബ്ലിക്കിന് കാണാൻ സാധിക്കും. മെമ്പേഴ്സ് ഓൺലി മെമ്പർമാർക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അൺലിസ്റ്റഡ് വീഡിയോ അപ്ലോഡ് ആവും, ലിങ്ക് ഉപയോഗിച്ച് മാത്രം കാണാൻ സാധിക്കും. പ്രൈവറ്റ് എന്ന് പറയുന്നത് നമ്മൾ അലോ ചെയ്യുന്ന ആൾക്കാർക്കും മാത്രമേ ആ വീഡിയോ കാണുവാൻ സാധിക്കുകയുള്ളൂ. പബ്ലിഷ് നൗവിനകത്ത് 4 ഓപ്ഷനാണുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നത് ഷെഡ്യൂൾ എന്നാണ്. ഷെഡ്യൂളാണ് നമുക്ക് നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ഉദ്ദേശിക്കുന്ന സമയത്തും ഡേറ്റിലും നമുക്ക് വീഡിയോ പബ്ലിഷ് ചെയ്യാനെ കൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഓപ്ഷൻ.
അവിടെ ഡേറ്റ് കാണിക്കുന്ന ബോക്സിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാനൊക്കെയുള്ള ബോക്സ് വരും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്യുക. മുന്നോട്ടുള്ള ഏത് ഡേറ്റ് വേണമെന്ന് നോക്കുക. 2-3 മാസം എപ്പോൾ വേണമെങ്കിലും നമുക്ക് മുന്നോട്ടുള്ള ഡേറ്റ് എടുക്കാം. ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പം അടുത്തായിട്ട് നമുക്ക് സമയം ചോദിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സമയം 7 മണി, 9 മണി, 10 മണി, 12 മണി ഏത് സമയം എടുക്കാം. AM-ഉം PM-ഉം നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കതിൽ ഓക്കെ അടിക്കുന്നു. തിരിച്ച് റിട്ടേൺ പോകുന്നതിന് നമുക്ക് വിസിബിലിറ്റിയോട് ചേർന്ന് കിടക്കുന്ന ബാക്ക് ആരോയിൽ ടച്ച് ചെയ്താൽ മതി. സമയമില്ല എന്ന പരാതി നമുക്ക് ഇങ്ങനെ പരിഹരിക്കാം. നമ്മുടെ വീഡിയോകൾ കൃത്യസമയത്ത് എത്തുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ പബ്ലിഷ് ചെയ്യാം. അത് വളരെ നല്ലൊരു ഐഡിയ ആണ്. ഇത് എല്ലാവരും ചെയ്യുന്നതാണ്, പക്ഷേ അധികമാരും ചിലപ്പോൾ പറയുന്നില്ലായിരിക്കാം. അപ്പോൾ സമയക്കുറവ് എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സമയമനുസരിച്ച് വീഡിയോകൾ തയ്യാറാക്കിയിട്ട് എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വീഡിയോ പബ്ലിഷ് ചെയ്യാൻ സാധിക്കും. വേറൊരു പ്രശ്നമെന്ന് പറയുന്നത് വീഡിയോയ്ക്ക് റീച്ചില്ല, അല്ലെ ആൾക്കാർ കാണുന്നില്ല. നോക്കുമ്പോൾ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തു, അതിന് 5 ആൾക്കാർ കണ്ടു, 100 പേര് കണ്ടു, 200 പേര് കണ്ടു, പക്ഷെ കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ എത്തുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നിരാശയുണ്ടാവും. സ്വാഭാവികമായിട്ടും നമ്മുടെ വീഡിയോകൾ ആൾക്കാർ കാണുന്നില്ല എങ്കിൽ അപ്പോൾ നമുക്ക് നിരാശ ഉണ്ടാവും. എൻ്റെ വീഡിയോ ഗുണമില്ല, ഞാൻ ചെയ്യുന്നത് മോശമാണ്, അല്ലെ അങ്ങോട്ട് എത്തുന്നില്ല, എനിക്ക് വളരാൻ സാധിക്കുന്നില്ല എന്നൊരു പരിഭവം സ്വയമായിട്ടുണ്ടാവുകയും സ്വന്തമായിട്ട് ഒരു നഷ്ടബോധം, നിരാശയൊക്കെ ഉണ്ടായി ഈ വീഡിയോ ചാനൽ പരിപാടിയിൽ നിന്ന് വീഡിയോ ഉണ്ടാക്കുന്നില്ലെങ്കിൽ പിന്മാറുന്ന അവസ്ഥയുണ്ട്. പലരും അങ്ങനെ കുറച്ച് നാളുകൾ 1-2-3 മാസം ചെയ്യുന്നു, പിന്നെ പിന്മാറും. പക്ഷെ അങ്ങനെയല്ല. ഉദാഹരണം, ഇപ്പം നമ്മളൊരു സിനിമ പുറത്തിറക്കുമ്പം അത് എല്ലാ സിനിമകളും വിജയിക്കാറുണ്ടോ? എല്ലാ സിനിമകളും വിജയിക്കാറില്ല. ഒരാഴ്ചയാണ് സിനിമ കാണിക്കുന്നത്, പീരീഡ് എന്ന് പറയുന്നത്. ആ ആഴ്ചയിൽ കൂടുതൽ ആൾക്കാർ കണ്ടെങ്കിൽ മാത്രമേ അടുത്ത ആഴ്ചയിലൊക്കെ അത് വീഡിയോ സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റ് ആവുകയൊക്കെ ഉള്ളൂ. നിങ്ങളിടുന്ന എല്ലാ വീഡിയോയും അതുപോലെ തന്നെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ അന്ന് തന്നെ കാണണമെന്നില്ല. അത് പിന്നീട് ഒരു അവസരത്തിലായിരിക്കും നിങ്ങളുടെ വീഡിയോ വൈറലായി മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഇടുമ്പോൾ തന്നെ ആൾക്കാർ കൂടുതൽ കാണണമെന്നതിനെ കുറിച്ച് ഓർക്കേണ്ട കാര്യമില്ല. മാത്രമല്ല, നമ്മളിപ്പോൾ നിങ്ങൾ തുടക്കക്കാരെ സംബന്ധിച്ച് ഒരു ചാനൽ എന്ന് പറയുന്നത് നമ്മളൊരു ബലവൃക്ഷം നടുന്ന പോലെയാണ്. വിത്തിടുന്നു, അത് കിളിക്കുന്നു, അപ്പോൾ നിങ്ങളതിനെ സംരക്ഷിക്കുന്നുണ്ട്, നിങ്ങളതിന് വേര് കിട്ടുന്നു, നിങ്ങളതിന് ആവശ്യമായ വളം നൽകുന്നു, വെള്ളം ഒഴിക്കുന്നു. ഇങ്ങനെ അത് വളർന്നു കഴിയുമ്പോഴാണ് അതിൽ നിന്ന് ഫലങ്ങൾ ഉണ്ടാകുന്നത്. അല്ലേ, ഒരു ദിവസമാണ് മാവ് പൂക്കുന്നു, നിറയെ മാങ്ങ ഉണ്ടാകും. അതുപോലെയാണ് നിങ്ങളുടെ ചാനലും. നിങ്ങൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 1, 2, 3, 4, 5, 6 മാസം എന്ന് പറയുന്നത് ഒരു വലിയ കാലയളവല്ല. ആ സമയത്ത് നിങ്ങളതിനെ വളർത്തുകയാണ് എന്ന് കരുതുക. അങ്ങനെ ഒരു ലക്ഷ്യം, നാളെ നിങ്ങൾക്ക് മില്യൺ കണക്കിന് ആൾക്കാർ നിങ്ങളുടെ ചാനൽ കാണും എന്നൊരു വിശ്വാസം വളർത്തിയെടുക്കുക. പിന്നെ ഈ സമയം എന്ന് പറയുന്നത്, തുടക്ക സമയം എന്ന് പറയുന്നത് നമ്മുടെ അവരവരുടെ തന്നെ സ്കില്ലുകൾ വളർത്തിയെടുക്കാനുള്ള സമയമാണ്. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് യൂട്യൂബ് 1000 സബ്സ്ക്രൈബേഴ്സും 4000 മണിക്കൂറും എന്നൊരു മാനദണ്ഡം തന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ തുടക്കക്കാർ ഒരിക്കലും 100, 200, 500 വ്യൂവേഴ്സ് വരുന്നത് കൊണ്ട് നിരാശപ്പെടേണ്ട കാര്യമില്ല. നാളെ നിങ്ങളുടെ ചാനൽ വളരും. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ വലിയ വലിയ ചാനലുകൾക്ക് പോലും ധാരാളം ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരുടെ വീഡിയോകൾ പോലും ചിലപ്പോൾ 500, 600 ഒക്കെ കാഴ്ചക്കാരേ ഉള്ളൂ. സമൂഹത്തിൽ നമ്മൾ വളരെയധികം അറിയപ്പെടുന്ന ആൾക്കാരുടെ വീഡിയോകൾക്ക് പോലും 2K, 3K, 5K അങ്ങനെ വ്യൂ ഉണ്ടാവുന്നത് ഒരു ദിവസം കൊണ്ടല്ല. നമ്മളൊരു കുറേ വീഡിയോ ഇടുമ്പോൾ അതിൽ 1-2 വീഡിയോ ആയിരിക്കും വൈറലായി മാറുന്നത്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കണം, നമ്മുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കണം. ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യം ഇക്കാര്യത്തിലില്ല. അത് നമ്മുടെ ചാനൽ നമ്മുടെ പരമാവധി സ്കില്ലുകളും അറിവുകളും വർദ്ധിപ്പിച്ചുകൊണ്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഈ മോണിറ്റൈസേഷനും മറ്റെല്ലാം വരുമാനമല്ല അതിൻ്റെ ഭാഗമായി തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തുടക്കക്കാർ ഇക്കാര്യത്തിൽ നിരാശപ്പെടേണ്ടതില്ല. ചാനലുമായിട്ട് ബന്ധപ്പെട്ട് ചാനൽ വളർത്തിയെടുക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടന്റുകളില്ലാത്ത എന്ന് നിരാശപ്പെടുന്നവർക്കെല്ലാം വഴിയുണ്ട്. നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിലൂടെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പരമാവധി എന്നും ക്രോസ് ന്യൂസ് കാണാൻ ശ്രമിക്കുക. നിങ്ങളെ വളർത്തുന്നതിൽ ക്രോസ് ന്യൂസിന് അതിയായ സന്തോഷമുണ്ട്, താല്പര്യമുണ്ട്. ഒന്നിച്ചു ചേരാം. നന്ദി, നമസ്കാരം.